കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതാണ് ഗിരിയുടെ മുറി. എന്നുവെച്ചാ ഇനി മുതൽ സുമിതയുടെ. മുറിയുടെ സൈസ് കണ്ട് പേടിക്കൊന്നും വേണ്ട. ക്ലീനിങ്ങിനൊക്കെ ജോലിക്കാരുണ്ട്. വാ. ദാ ഇതാണ് സുമിതയുടെ പുതിയ ഫാമിലി. ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. വിടും. സുമിത, റൂമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ ജനാലയെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വെളിച്ചം കുറവാ. എന്നാലും നല്ല മുറി കേട്ടോ, ക്ലീൻ ആണ്. ഇറ്റ്സ് ആൻ AC റൂം. ആഹാ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഷേക്സ്പിയർ ഉണ്ടല്ലോ. അത് പിന്നെ ഇവന് താല്പര്യമുള്ളതുകൊണ്ട് വാങ്ങിയൊന്നുമല്ല. ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത കോൺട്രാക്ടർ ഐഡിയ. കുറച്ച് ബുക്സ് ഒക്കെ ആ ഷെൽഫിൽ നിറച്ചു വെച്ചാലേ അതൊരു സ്റ്റൈലായിരിക്കുമെന്ന് അയാൾ വിദഗ്ധ ഉപദേശം കൊടുത്തു. അങ്ങനെയല്ലോടാ? അത്രയ്ക്ക് അങ്ങോട്ട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു സുമിത. പിന്നെ
ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഗിരിയോട് ഡിസ്കസ് ചെയ്യാനൊന്നും വിചാരിച്ചേക്കല്ലേ. പാവത്തിനെ കുഴപ്പത്തിലാക്കരുത്. ഇതിലൊരെണ്ണം പോലും ആള് തൊട്ടിട്ടേ ഇല്ല. സുമിത കേട്ടിട്ടില്ലേ ഈ ആനകൾക്ക് 2 തരം പല്ലുകളുള്ള കാര്യം? വാ തുറക്കുമ്പോ കാണുന്നതും പിന്നെ തിന്നാനുള്ളത് വേറെയും. ആന നിന്റെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഈ പുസ്തകങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഓവർ റേറ്റഡ് ആയിട്ട് പ്രാധാന്യത്തോടൊന്നും എനിക്ക് ഒരു യോജിപ്പുമില്ല. എന്തിനാണെന്നേ, ദേ നെറ്റിലൊന്ന് തൊട്ടാ മതി, ലോകത്തുള്ള ഏത് വലിയ ഇൻഫർമേഷനും നമ്മുടെ മുന്നിലെത്തും. പിന്നെ പുസ്തകം വായിച്ച് വെറുതെ ടൈം കളയേണ്ട കാര്യം എന്താ? ഏയ് അങ്ങനെയല്ല, തിരിച്ചാണ് വയ്ക്കേണ്ടത്. ബൈൻസ് പുറത്തേക്ക്. അതെ, ഇതൊന്ന് നോക്കിയേ. എടുത്ത പോലെ തിരിച്ചു വെക്കാൻ പഠിച്ചിട്ടില്ല. അല്ല, എന്തും അതിൻ്റെതായ സ്ഥാനത്ത് പ്രോപ്പറായി വെക്കണമെന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമാണ്. അതെന്റെ ശീലമാണ്. അതുകൊണ്ട് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഓ ഇത് കണ്ടോ? മഴ പെയ്യുന്ന സമയത്തെ ഇതിലെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസായിരിക്കും. പക്ഷേ AC റൂമല്ലേ, ഈ ജനാലയൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. ഞാനേ തിന്നാനും കുടിക്കാനും വല്ല വഴിയുണ്ടോ നോക്കട്ടെ. ആ, അതേതായാലും നന്നായി. സുമിക്ക് എന്താ, കോഫിയോ ചായയോ? രണ്ടായാലും വിരോധമില്ല. ഗിരിയുടെ റൂമിലേക്ക് 4 കോഫിയും സ്നാക്സും. പെട്ടെന്നായിക്കോട്ടെ കേട്ടോ. ഓക്കെ. ഫുഡ് ഫോണിലൂടെ ഓർഡർ ചെയ്ത് വരുത്തണോ? ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് താഴേന്ന് മേളിലേക്ക്. പിന്നെ ഓരോ തവണയും കോഫി കുടിക്കാൻ താഴോട്ടിറങ്ങി പോവാൻ പറ്റുമോ? അത് ശരിയാ. വലിയ വീടാവുമ്പോ ഇന്റർകോമിലൂടെ അല്ലാണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ? ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉടനെ എല്ലാരെയും വിളിച്ചു പറയും, ദേ ചായ റെഡി. അപ്പൊ എല്ലാരും വരും. ഭക്ഷണം കഴിക്കാൻ നേരം ഇങ്ങനെ തന്നെയാ. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും. ചില നേരത്തെങ്കിലും നമുക്കൊരു പ്രൈവസി വേണ്ടേ? ഒരു വീട്ടിൽ തന്നെ പരസ്പരം അകന്നു കഴിയേണ്ട അവസ്ഥ വരുവാണെങ്കിൽ ആ ഒരു പ്രൈവസി ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അയ്യോ സോറി, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് ഓക്കേ. സുമിത വന്നേ, ഞാനേ ഗിരിയുടെ വാർഡ്രോബൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, വാ. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാ ഗിരി ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് സുമിത കണ്ടേ? എല്ലാം എത്ര നീറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നതല്ലേ. ഇപ്പോ ഈ സ്പേസ് മുഴുവനും ഗിരി ഒറ്റയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞാ പിന്നെ പാതി സ്പേസ് സുമിതയുടേതാണ്. പാതിയോ? അയ്യോ സോറി, പാതിയല്ല, ഏതാണ്ട് 3/4 ഭാഗവും സുമിതയുടേതാണ്. പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ആണുങ്ങളുടേതിനേക്കാളും 2 ഇരട്ടി കാണുമല്ലോ. ഞാനും അക്കുന് എന്റെ ഷെൽഫിന്റെ ഒരു മൂല മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവൻ അതില് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് താനും. അല്ലേ കുട്ടാ? പിന്നെ 100% സാറ്റിസ്ഫൈഡാ. സത്യത്തിൽ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ കുട്ടന്റെ മറ്റ് സാധനങ്ങളൊക്കെ എവിടെയാണ് കുട്ടൻ വയ്ക്കുന്നത്? കുട്ട അത് പിന്നെ ഗിരി കല്യാണം കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. സ്നേഹ പറഞ്ഞ ശരിയല്ലേ, ഡ്രസ്സുകളും ആക്സസറീസും കോസ്റ്റ്യൂംസും ഒക്കെ കൂടുതലും പെണ്ണുങ്ങൾക്കല്ലേ. സത്യത്തിൽ ഒന്നിച്ച് ജീവിതം തുടങ്ങിയ പിന്നെ ഷെൽഫ് മുഴുവൻ കൊടുത്താൽ പോലും അവർക്ക് തികയാതെ വരും. ചെറിയൊരു മൂലെങ്കിലും നമുക്ക് കിട്ടിയ ഭാഗ്യം ഒന്ന് കരുതിക്കോ. ഉദാഹരണത്തിന് നിന്റെ ഷർട്ടിനോടൊപ്പം സുമിതയുടെ വളയമാല ഉണ്ടാവും, നിന്റെ പെർഫ്യൂമിനോടൊപ്പം അവളുടെ ഹെയർ ഡ്രയർ ഉണ്ടാവും. എടാ, ഇങ്ങനെ തന്നെയാ എന്റെ വീട്ടിലെ സ്ഥിതി. സത്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ സന്തോഷത്തിന് ആണുങ്ങൾ കുറച്ച് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് പിന്നെ വേണ്ടത് തന്നെയല്ലേ. വീടും വീട്ടുകാരെയൊക്കെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് സ്വയം പറിച്ചു നടേണ്ടി വരുന്നത് നിങ്ങൾക്കല്ലല്ലോ, ഞങ്ങൾക്കല്ലേ. അല്ല, അതിന് സുമിത എന്തിനാ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നേ? വേറൊരു മുറിയും വിശാലമായ വാർഡ്രോബും സുമിതയ്ക്ക് സ്വന്തമായിട്ട് എടുക്കാലോ. ഈ വീട്ടിൽ എത്ര റൂംസ് ഉണ്ട്? അല്ല, ഞാൻ പെട്ടെന്ന് ഐ ഡിഡ്ന്റ് മീൻ എനിത്തിങ് ബാഡ്. സോ സോറി. നോക്ക് ഗിരി, ഈ മുറിയോടുള്ള നിന്റെ പൊസസീവ്നെസ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ കല്യാണത്തിന് ശേഷം അതൊക്കെ മാറ്റേണ്ടി വരും മോനെ. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ഒരു ജീവിതം പങ്കുവെക്കാനായിട്ട് 2 പേര് ഒത്തുചേരുകയാണ്. അപ്പൊ പിന്നെ ഈ മുറി ഷെയർ ചെയ്യുന്നതാണോ വലിയ പ്രശ്നം?
സുന്ദരമായ ഒരു ജീവിതത്തിന് വേണ്ടി ഈ കൊച്ചു കൊച്ചു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നല്ലതാടാ. ഇതുവരെ എന്റെ സാമ്രാജ്യമായിരുന്നു ഈ മുറി. ഇവിടെയുള്ള ഓരോ സാധനവും ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അതെല്ലാം ഇനി യാതൊരു ഡിസിപ്ലിനും ഇല്ലാത്ത ഇവളുമായി ഞാൻ ഷെയർ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ ദൈവമേ, എന്റെ മുറിയുടെ സ്ഥിതി എന്താവോ? എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നൊന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. തീരെ ഒത്തുപോകാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഒരു ജീവിതം മുഴുവനും എന്റെ ലൈഫിന് എന്താവോ എന്തോ. ദൈവമേ, എന്താ ഇത്? അതെനിക്കറിയാം, ഞാനല്ലേ നിനക്ക് ഇട്ട് തന്നത്. നീ എന്താ ചെളിയിൽ വീണോ? മമ്മി, this is chocolate ice cream. ഓ ഗോഡ്, ഇവനെ ഞാൻ ഇനി എങ്ങനെ കഴുകിയെടുക്കാനാ? മമ്മി, ദേ ഇപ്പം ക്ലീൻ ആയില്ലേ? വെരി ഗുഡ്. താങ്ക് യു. എന്താടാ നീ കാണിച്ചേ? ഡ്രസ്സിലാണോ തുടയ്ക്കുന്നേ? നിങ്ങൾ ഒറ്റ എടുത്തന്നെ ഇവനെ ഈ പൊട്ടശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നേ. ഓ, ഞാൻ ഭക്ഷണം കഴിച്ച ഡ്രസ്സിലാണോ തുടയ്ക്കുന്നത്? മോനെ, അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് വാങ്ങിച്ചു തരൂ. ഫൈൻ. വിത്ത് ഗുണം 10 ഗുണം. ഇങ്ങ് വന്നേ, ഒരു മണിക്കൂറെങ്കിലും നിന്നെ കൊണ്ടുപോയി ഞാൻ വെള്ളത്തിൽ കുതിർത്തു നോക്കട്ടെ. മമ്മി, ഇതൊന്ന് പിടിച്ചേ. ആമി, നിർത്തുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ, പ്രശ്നം തീർന്നു. മതിയായി എനിക്ക്. മടുത്ത് ഞാൻ. രണ്ടിങ്ങോട്ട് വാ, രണ്ടിനും ഞാൻ ശരിയാക്കി തരാം. വാ ഇങ്ങോട്ട്. സ്നേഹയ്ക്ക് പിള്ളേരെ ഡീൽ ചെയ്യാൻ അറിയില്ല. എന്താ പറഞ്ഞേ? ഏയ് എന്താ പറഞ്ഞേന്ന്? ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഒന്നും പറയില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ തല തെറിച്ചു പോയത്. അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളൊക്കെ കണക്കാ. പിള്ളേരെ കൊഞ്ചിച്ച് വഷളാക്കിക്കോളും. ബാക്കി അനുഭവിക്കുന്നത് ഞങ്ങളും. ഇത് ഓർക്കുമ്പോ കല്യാണമേ കഴിക്കണ്ടെന്ന് തോന്നും. ആക്ച്വലി ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. എപ്പോഴും അങ്ങനെ തോന്നുന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇടയ്ക്കൊക്കെ. സാധാരണ ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലാ, അല്ലേക്കു? പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നതേ ആക്ച്വലി നല്ല രസികൻ ഏർപ്പാടാ. പിന്നെ ഒരു കാര്യമുള്ളത്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ പറയുന്നതാ. കുട്ടികൾ ഉണ്ടായ അബദ്ധത്തിൽ പോലും ഗിരിയെ നോക്കാൻ ഏൽപ്പിച്ചേക്കരുത്. ഈ തന്തമാരെന്ന് പറയുന്ന വർഗത്തിന്റെ സ്വഭാവം തന്നെ പിള്ളേരെ ചീത്തയാക്കാന്നുള്ളതാണ്. പിന്നെ അവരെ നേരെയാക്കി എടുക്കാന്നുള്ള തലവേദന നമ്മൾ അമ്മമാർക്ക്. എന്റെ പൊന്നു സുമിതേ, നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന പിള്ളേർക്ക് സുമിതയുടെ സ്വഭാവം കിട്ടണേന്നാണ് എന്റെ പ്രാർത്ഥന. അല്ലെങ്കിലേ മോള് മൂക്കും കൊണ്ട് ഇക്ഷ വരയ്ക്കും. അജോ, നല്ല കുട്ടികളാട്ടോ. കുറച്ച് കുരുത്തക്കേടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് എന്റെ മക്കളെ കുറിച്ച് നല്ല അഭിമാനം മാത്രമേ ഉള്ളൂ. എടാ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലേ എപ്പോഴേ നാട് വിട്ട് ഓടിയേനെ. ഇനി ബാത്റൂം കൂടിയേ കാണാനുള്ളൂ. ആരും റെഡി? അയ്യോ വേണ്ട, താങ്ക്സ്. ഞാൻ താഴോട്ട് ചെല്ലട്ടെ, അവരെല്ലാം അന്വേഷിക്കുന്നുണ്ടാവും. ചരിഞ്ഞായിരിക്കുന്നത്. അതല്ല, പൊട്ട്. ഞാൻ പൊട്ട് കുത്തുന്നത് എന്റെ നെറ്റിയില. എന്റെ നെറ്റി, എന്റെ പൊട്ട്, എന്റെ ഇഷ്ടം. അത് ഞാൻ ചിലപ്പം ചരിച്ചും കുത്തും, തല കുത്തനും കുത്തും. നിങ്ങൾക്ക്
എടാ എടാ, എടാ എഴുന്നേറ്റ് പോയി റൂമിൽ പോയി കിടക്കടാ. അജോ അത് അടച്ചു വെച്ചിട്ടേ രണ്ടാളും ഈ ഉടുപ്പൊക്കെ മാറിയിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കേ. ആരാ ഇപ്പൊ ഈ നേരത്ത്? യെസ് ആരാ അതാക്കൂ? യെസ് സ്പീക്കിംഗ്. കള്ള ലക്ഷണം ഉണ്ടല്ലോ. One minute please. This is an important call. നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഹലോ എക്സ്ക്യൂസ് യെസ്. ഏതോ പെണ്ണ് തന്നെയാ, ഞാൻ വ്യക്തമായിട്ട് കേട്ടല്ലോ. ആ ഫോണിങ് തന്നെ തരാൻ. ഹലോ 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 ആരാ? ക്യാൻ യു ഹിയർ മീ? ഹലോ എന്റെ ഭർത്താവുമായിട്ട് എന്താ ഇടപാട്? അതും ഈ അസമയത്ത്. എക്സ്ക്യൂസ് മീ മാം, ഐ എം കോളിംഗ് ഫ്രം പ്രീമിയം ഇന്റർനാഷണൽസ് ന്യൂയോർക്ക്. This call is just to inform you that Mr. Akash has successfully passed the interview he had with the high executives of this company. And they are perfectly satisfied with his performance. And the company is offering him a job here. സോറി. Hello? Hello? Please get back to us as soon Yes. as possible, okay? Sure. I will definitely get back. Okay. Thank you. Thank you. സോറി അക്കു. എന്താ സംഭവം? ഞാനൊന്ന് നിന്നോട് പറഞ്ഞില്ലേ മുംബൈയിൽ വെച്ച് ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യം? ആ ഒരു 3-4 മാസം മുമ്പല്ലേ? അതെ, പ്രീമിയം ഇന്റർനാഷണൽസ് ന്യൂയോർക്ക്. ഇപ്പോ അവരുടെ ഏഷ്യ റീജിയനിലെ സിഇഒ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുക. റിയലി? അതൊരു വലിയ പൊസിഷൻ അല്ലേ അക്കു? ഐ ആം സോ ഹാപ്പി ഫോർ യു. എന്താ അക്കുനൊരു സന്തോഷമില്ലാത്ത? ആ ജോലി ഞാൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ ഗിരിയെ വിട്ടു പോവാന്നാ. ശരിയാ, അത് ഞാൻ ഓർത്തില്ല. അക്കുനത് പറ്റുമോ? ഗിരി എന്റെ എംപ്ലോയർ മാത്രമല്ലല്ലോ, ഉറ്റ ചങ്ങാതിയും കൂടെയല്ലേ. അയിനു ഗിരിക്കാണെങ്കി നീ ഇല്ലാതെ പറ്റില്ല. എല്ലാത്തിനും അക്കുവല്ലേ ഇടം വല നിൽക്കുന്നത്. എന്നാ പിന്നെ ഇത് വേണ്ടാന്ന് വെക്കല്ലേ. പക്ഷെ അക്കു അങ്ങനെ ആലോചിക്കാതെ ചാടിക്കേറി ഒരു തീരുമാനം എടുത്ത ഇന്റർനാഷണൽ പ്രൊഫൈലുള്ള ഒരു കമ്പനിയാണത്. പോരെങ്കിൽ അവർ ഓഫർ ചെയ്യുന്നത് ഗിരി തരുന്നതിന്റെ 4 ഇരട്ടിയായിരിക്കും. അത്രയും തുക തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും തരാൻ ഗിരിക്ക് പറ്റുമോ? ചോദിക്കാൻ നിനക്ക് പറ്റുമോ? ഒരു US കമ്പനിയുടെ സിഇഒ എന്ന് പറയുമ്പോ കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ വേറെ. അതോടെ പ്രൊഫഷണലി അക്കു നല്ല സെറ്റപ്പിലാവും. പക്ഷേ ഗിരി, എനിക്കറിയാം നമ്മുടെ കുടുംബത്തിനെ കുറിച്ചും മക്കളുടെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ ഞാനൊരു പക്ഷെ എടുക്കേണ്ട തീരുമാനം മറ്റൊന്നായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ഒരു പിടിയും കിട്ടുന്നില്ല. സ്നേഹേ, ഇത് തൽക്കാലം ഗിരി അറിയണ്ട. ഞാൻ പറയില്ല. എന്റെ പൊന്ന് നല്ലോണം ആലോചിച്ച് വേണ്ട പോലെ ചെയ്തോട്ടാ. തീരുമാനം എന്തായാലും അതിന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഉമ്മ.